ശങ്കു ഇതിലിപ്പോൾ പ്രധാനമായി ഇപ്പം ജലീലും അതുപോലെ നിയാസും ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, അതായത് കേരള പോലീസ് RSSൽ അങ്ങ് മുങ്ങിത്താണിരിക്കുകയാണെന്നുള്ളതാണ്. മാത്രമല്ല പോലീസിൽ RSSന്റെ സെല്ല് പ്രവർത്തിക്കുന്നു, ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് RSS ആണ്. ഇത്രയും വലിയ സ്വാധീനം RSSന് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു അനന്തര ഫലം എന്നോണം BJP എന്നേ അധികാരത്തിലെത്തിയേനെ. അപ്പോൾ നോക്കൂ, ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായി വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നണി നയിക്കുന്ന ഗവൺമെന്റിനെ ഭരിക്കുന്ന പിണറായി വിജയനോട് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയാൻ പറയണം. അതെ, നിങ്ങൾ കഷ്ടപ്പെട്ട് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ഭരണം കിട്ടി, നിങ്ങൾ 10-12 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. വകുപ്പ് ഭരിക്കുന്ന RSS ആണെങ്കിൽ നിങ്ങൾ പിണറായി വിജയനോട് വേറെ വല്ല പണിക്ക് പോകാൻ പറയൂ. ഇത് കളഞ്ഞിട്ട് ഏൽപ്പിക്കാൻ പറയൂ. പ്രവർത്തിക്കുന്നു എന്നല്ലേ പറഞ്ഞേ? പോലീസിൽ RSSന്റെ സെല്ലുണ്ടെന്നല്ലേ പറഞ്ഞു താങ്കൾ? എന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ആരോപണമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള അല്ലെ, എന്റെ അഭിപ്രായമല്ല. അപ്പൊ ആരോപണം മുഖവിലക്ക് എടുക്കുന്നില്ല. അല്ല, അത് അവരുടെ ആരോപണം. ആ ആരോപണത്തെ ആരും മുഖവിലേക്ക് എടുക്കാനോ? RSSന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒരു ആരോപണത്തെ ആരും മുഖവിലേക്ക് എടുക്കാറില്ല. പ്രത്യേകിച്ച് കേരളം ജമാഅത്തെ ഇസ്ലാമിനെ ഏറ്റെടുക്കാറില്ല. അതിനെ അങ്ങനെ തന്നെ കാണണം. അല്ലെ, എന്റെ നിലയിൽ അത് കൊണ്ട് വെക്കണ്ട. നേതാക്കളുമായി ബന്ധപ്പെടരുതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ജമാഅത്തുമായിട്ട് ബന്ധപ്പെടരുതെന്ന് പറയാത്ത എന്താ? ഒരു ഭാഗത്തെ എന്താ? 1000 പ്രാവശ്യം ഞാൻ പറയും, 1000 പ്രാവശ്യം താങ്കൾക്ക് കേൾക്കണം. അത് പറയുന്നതിൽ ഒരു തടസ്സമില്ല. ഒരേ അകലത്തിൽ നിർത്തേണ്ട സംഘടനകളാണ് ഇതെല്ലാം എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ ഒരു വഴിയില്ലാത്ത ആളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ നേടിയല്ലേ ഇപ്പോ ഇടതു മുന്നണി വന്നത്, അധികാരത്തിൽ പോലും എത്തിയത്? അവരുടെ പിന്തുണ ഉണ്ടായിരുന്നില്ലേ? താങ്കളെ പോലെ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള ആദരിക്കപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വസ്തുതാവിരുദ്ധമായ കാര്യം പറയരുത്. ജമാഅത്തെ ഇസ്ലാമിയായിട്ടും സഹകരിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്? ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും നിരുപാധികമായിട്ട് വോട്ട് ചെയ്താൽ അത് വേണ്ടാന്ന് BJP പറയൂ. അമീർ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ പിണറായി വിജയൻ അവിടെ പോയി അദ്ദേഹത്തെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന്. അമീർ പറഞ്ഞ വിശ്വസിക്കണമെന്നാണോ? 2 രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കണ്ടുപോയാൽ കണ്ടത് വോട്ടിന് വേണ്ടിയായിരുന്നു, പോയി കണ്ടത്. NSSനെ കണ്ടിട്ടുണ്ടല്ലോ? എന്തെങ്കിലും പ്രത്യുപകാരം ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്തിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടുകാരൻ ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്ന അതേ ആരോപണമാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിക്കുന്നത്. അതിലേക്ക് മറുപടി പറയേണ്ടിയിരിക്കുന്നു. അനുവദിക്കണം. കോൺഗ്രസുകാരൻ ഇവിടെ വന്നിരുന്നോണ്ട് RSSന്റെ 100 വർഷത്തെ ജയപരാജയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദിയിൽ അദ്ദേഹം വന്നിരുന്നോണ്ട് പറയുന്നത് കേരളം മുഴുവൻ RSSന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാ. കോൺഗ്രസുകാരാ, ഈ ഒരു വേദിയിൽ പറയാൻ പാടില്ലെങ്കിലും ഞാൻ പറയുകയാണ്, RSSും BJPയും ഇന്ന് കാണുന്ന ഈ നിലയിൽ പർവ്വതീകരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനം ഒരുക്കിക്കൊടുത്തത് കോൺഗ്രസ് തന്നെ. RSSന്റെ പ്രതിനിധി ചോദിച്ചല്ലോ, റിപ്പബ്ലിക് ദിന പരേഡിൽ RSSന് പരേഡ് നടത്താൻ അനുവാദം കൊടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ട് 3/4 മണിക്കൂർ ചർച്ച നടത്തിയിട്ടും താങ്കൾക്ക് അതിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. ഈ രാജ്യത്തെ ജുഡീഷ്യറിയെയും നിയമവ്യവസ്ഥയെയും ഈ രാജ്യത്തെ ഭരണഘടനയെയും അട്ടിമറിച്ചുകൊണ്ട് 1986 ജവഹർലാൽ നെഹ്റു പൂട്ടിയിട്ട ബാബരി മസ്ജിദാണ് രാജീവ് ഗാന്ധി തുറന്നു കൊടുത്തത്. അവിടെ പൂജ നടത്താൻ 89 അനുവാദം കൊടുത്തത് കോൺഗ്രസാണ്, രാജീവ് ഗാന്ധിയാണ്. 1992 ഇന്ത്യൻ സൈന്യത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് കർഷകർക്ക് പൊളിക്കാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് നരസിംഹറാവുവിന്റെ കോൺഗ്രസാ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇന്ന് BJPയും RSSും വളർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന തറയൊരുക്കിയത് കോൺഗ്രസ് മാത്രമാണ്, നിഷേധിക്കാൻ സാധിക്കില്ല. അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു നേതൃനിര തന്നെ ഇന്ന് BJPയിൽ എത്തിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ട കേരളത്തെ ആക്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവവിരുദ്ധമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. 2016 RSSകാരനായ സെൻകുമാറിനെ പിണറായി DGP ആക്കിയെന്ന് എന്ത് മണ്ടത്തരമാണ് അദ്ദേഹം വന്നിരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. അന്ന് TP സെൻകുമാറിന്റെ അപകടം കണ്ടുകൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തെ മാറ്റി നിർത്തി. TP സെൻകുമാറിന് വേണ്ടി അന്ന് വാദിച്ചത് നിയമസഭയിൽ രമേശ് ചെന്നിത്തലയാണ്, NK മുനീറാണ്. വധേതരത്വം സമയാൻ വേണ്ടി കേരളത്തിൽപ്പെട്ട IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കറിയില്ല. സമീപകാലത്ത് വന്നതായിട്ട് ഒരു ഘട്ടത്തിൽ ഞാൻ അത് പക്ഷേ നേരത്തെ ആയിരുന്നു, രമൺ ശ്രീവാസ്തവയെ നേരത്തെ ആയിരുന്നു, അത് VS അച്യുതാനന്ദന്റെ കാലത്തായിരുന്നു. 94 അറിയാവുന്നത് കർണാടകയിലെ രമൺ ശ്രീവാസ്തവയുടെ കൊണ്ടുവന്നതും പാലക്കാട്ട് സിറാജിനിസെ വെടിവെച്ചു വന്നതും കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അതും പിണറായി വിജയനാണ് ഉത്തരം പറയേണ്ടത്.
അതുപോലെ തന്നെ RSS കീഴ്പ്പെട്ട കഥ പറയണോ? തിരുവനന്തപുരത്ത് MG കോളേജ് ഉണ്ട്, ABVP മാത്രം കൊടികെട്ടാൻ അവകാശപ്പെട്ട ഒരു കോളേജ്. അവിടെ ഒരു CIയുടെ കാല് തല്ലി ഒടിച്ച 4 ABVPക്കാർക്ക് വേണ്ടി ജാമ്യത്തിന് പോയതും ആ കേസ് എഴുതിത്തള്ളാൻ നിയമസഭയിൽ ഒപ്പുകൊടുത്തതും റിപ്പോർട്ട് കൊടുത്തതും പാലോട് രവി MLA ഈ കഴിഞ്ഞ DCC പ്രസിഡന്റ്. അതുപോലെ തന്നെ കേരളത്തെ ഞെട്ടിച്ച മാറാട് കലാപം, അവിടെ വിഷം തുപ്പിയ പ്രവീൺ ത്രകാരിയെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത്. ഒറ്റ കാര്യം സംസാരിച്ചോട്ടെ, താങ്കളുടെ വീട്ടിൽ താങ്കൾ സംസാരിച്ചു. ഒറ്റ സെക്കൻഡ് ജലീലെ, ഒരു സെക്കൻഡ് ജലീലെ, ഞാൻ ഉദ്ദേശിച്ച പേര് പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. ലോക്നാഥ് ബെഹ്റ, ലോക്നാഥ് ബെഹ്റ 1/5/2017 വരെയും 1/7/2017 മുതൽ 30/6/2021 വരെയും 2016 മുതൽ 2021 വരെ ലോക്നാഥ് ബെഹ്റ അദ്ദേഹം പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ലോക്നാഥ് ബെഹ്റ കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു. PM നിയാസ് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ലോക്നാഥ് ബെഹ്റ. അത് അറിയാത്തവരായിട്ട് ആരുമില്ല. താങ്കളുടെ കോൺഗ്രസിലെ സഹപ്രവർത്തകരോട് തന്നെ ചോദിക്കാം. ലോക്നാഥ് ബെഹ്റ ഗുജറാത്ത് കേരള ഉദ്യോഗസ്ഥനല്ല, കേരള ഉദ്യോഗസ്ഥനാണ്. കേരള ഉദ്യോഗസ്ഥനാണ്. ആരെയാണ് സഹായിച്ചതെന്ന് അറിയാമോ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ നിലവിലുള്ള ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട കേസ് കൈകാര്യം ചെയ്തിരുന്നത് ലോക്നാഥ് ബെഹ്റയാണെന്ന് താങ്കൾക്ക് അറിയാമോ? അതൊക്കെ വാട്സപ്പിൽ വരുന്നത് താങ്കൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് പറയുക. കുമ്മനം രാജശേഖരനെതിരായിട്ടുള്ള കേസ് എഴുതി തള്ളിയത് AK ആന്റണിയാ താങ്കൾ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. തെഗാഡിയക്കെതിരായിട്ടുള്ള കേസ് എഴുതി തള്ളിയത് AK ആന്റണിയാണ്. അങ്ങനെ RSS വൽക്കരണത്തിന് കേരള പോലീസിന് എല്ലാ സർവ്വസജ്ജതയും കൊടുത്തത് കോൺഗ്രസ് ആഭ്യന്തര വകുപ്പ് കൈയാളിയ കാലത്ത്. അതൊന്നും ഇത്തരമൊരു വേദിയിൽ പറയാൻ പാടില്ലെങ്കിലും കോൺഗ്രസ്സുകാരും അതൊക്കെ ക്ഷണിച്ചു വരുത്തുകയാണ്. ആ നിലയിൽ കേരളത്തിൽ ഇന്ന് അദ്ദേഹത്തിന് പറയുന്നുണ്ട് തൃശ്ശൂരിലെ ഫലം ആരുടെ വോട്ട്? അത് K മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. LDFന്റെ വോട്ടൊക്കെ ഏത് അജിത്കുമാർ വിചാരിച്ചാലും, നിങ്ങൾ എന്ത് ആരോപണം ഉന്നയിച്ചാലും LDFന്റെ വോട്ട് കൃത്യമായി തൃശ്ശൂരിൽ വീണിട്ടുണ്ട്. DCC പ്രസിഡന്റിന്റെ അടക്കം വോട്ട് K മുരളീധരനിൽ നിന്ന് മാറി സുരേഷ് ഗോപിയിലേക്ക് പോയത് കൊണ്ടാണ് കൈപ്പത്തി അവിടെ 3ാം സ്ഥാനത്തായി പോയത്. അല്ലാതെ പിണറായി വിജയനും RSSുമായിട്ടുള്ള ബാന്ധവം ഉണ്ടായതുകൊണ്ടല്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. ഓക്കെ, പഴയ ചരിത്രത്തിലേക്ക് പോകണ്ട, നമുക്ക് വീണ്ടും ഈ വിഷയത്തിലേക്ക് വരാം. RSSനോടുള്ള അയിത്തം, RSSനോട് ഒരു തരത്തിലും ബന്ധപ്പെടരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് പിണറായി നിർദ്ദേശം നൽകി? നേരത്തെ ശംഖു പറഞ്ഞത് RSSനെ ഭയന്നിട്ടായിരിക്കാം ഒരുപക്ഷെ. ശരിയാണ്, 100 വർഷം പൂർത്തിയാക്കിയ ഒരു സംഘടന, രാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനം, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ അങ്ങനെയൊരു ഭയം പിണറായി വിജയനെ അലട്ടുന്നുണ്ടാവും. അതിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും പിണറായി വിജയൻ, അതായത് ഈ RSS വിഷയം ചർച്ച ചെയ്യാനല്ല അങ്ങനെയൊരു യോഗം വിളിച്ചത്. മറ്റ് പല വിഷയങ്ങളും, പ്രമാദമായിട്ടുള്ള മറ്റ് പല വിഷയങ്ങളും ചർച്ച ചെയ്യാനാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. അവിടെ RSSൻ്റെ പേരെടുത്ത് പറയണമെങ്കിൽ മാത്രമല്ല, ഒരു കാര്യം കൂടി അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിച്ചു. അതായത് കേരളത്തിൽ വർഗീയ സംഘർഷമുണ്ടാക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പോലീസ് ജാഗരൂകരായിരിക്കണം. RSSനെ കുറിച്ചുള്ള പരാമർശം, തൊട്ടപ്പുറത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു, അവിടെയും RSS ആണ് അതിന് കോപ്പ് കൂട്ടുന്നത് എന്ന് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞ് വെക്കുകയായിരുന്നു.